welcome back to the channel. It's me Priyanka and I hope you all are doing great. So guys, today I'm going to react on a pre-climax scene from the movie Premalu. And दोस्तों जो previous video था it was quite sad because उस scene में आपको देखने को मिलेगा सचिन का हार्ट ब्रेक हो चुका है and रेनू सचिन अलग हो चुके हैं. So let's see अभी क्या कहानी में twist and turns देखने को मिलेगा. That is going to be very interesting. So if you're going to start this video, if you're here for the first time, don't forget to like and subscribe my channel, and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. തുറന്നിട്ടൂടത് बेचारे का हार्ट ब्रेक हो गया है. പഠിക്കാണോ കണ്ടൂടെ? ആ അമൽ ഡേവിസെ റീനു നോ പറഞ്ഞിട്ടാ. നോ പറഞ്ഞ? ആ നീ അവളെ പ്രപ്പോസ് ചെയ്താ? പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്ത്, പക്ഷെ അവള് നോ പറഞ്ഞു. പക്ഷെ നമ്മളെ പേടിക്കണ്ട, ഞാൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. മനസ്സിനൊരു ഭാരം ഇറക്കി വെച്ച ഫീൽ ഉണ്ട്. ഇനി ഞാൻ ഓക്കെ ആയിരിക്കും, നീ കണ്ടോ. നമുക്കേ അമലെ നാളെ മുതൽ രാവിലെ ഓടാൻ പോയാലോ? എടാ ഓടാൻ നിനക്കത് ഓക്കെ ആയിരിക്കില്ലേ? സമയം ഉണ്ടാവില്ലല്ലേ? സാരമില്ല, വർക്കൗട്ട് പിടിക്കാം. പഠിച്ചോ പഠിച്ചോ പഠിച്ചോ. എനിക്ക് വൺ സൈഡ് ലവ് സെറ്റ് ആവില്ലടാ, വേണ്ട. എനിക്ക് കോളേജിൽ ഉണ്ടായതിനേക്കാളും മോശം അവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണത്. എനിക്ക് വൺ സൈഡ് ലവ് വേണ്ട. അതാ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയാ മതിയായിരുന്നു ചെന്നൈക്ക്. നീ പറഞ്ഞാടാ കറക്റ്റ്. അമൽ ഡേവിസ്, നീ അടത്താല. എന്താടി? എടാ, അവൻ ഇന്നലെ എനിക്ക് ഈ ഫോൺ തന്നിട്ട് പോയി. ഇതൊന്ന് അവനെ തിരിച്ചു കൊടുത്തേക്കോ? അവൻ ചെന്നൈക്ക് പോയി. എപ്പോ? വെളുപ്പിന്. അവനൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തിനാ നിന്നോട് പറയണേ? നീയല്ലേ അവനോട് കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത്. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഇത് അവന്റെ ആദ്യത്തെ റിജക്ഷൻ ആയിരിക്കില്ലെന്ന് നീ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നത്? ഞാനൊക്കെ പറയണ പോലെ അല്ല നീ പറയുമ്പോ. അമലെ, ഞാൻ അവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നാ അവനത് ഒട്ടും ഹേർട്ടായിട്ടില്ല. എടാ, എന്റെ കമ്പനിയിൽ കയറാൻ നടക്കില്ല, ഇപ്പൊ വേക്കൻസി ഇല്ല. എടാ, തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിപാടി കിട്ടുമോ പിടിച്ചെടുക്കാനായിട്ട്? എത്രാന്ന് വെച്ചാൽ നിങ്ങളുടെ ചിലവിൽ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ ആണെങ്കിൽ ഒരു പരിപാടി ഉണ്ട്, ഞാൻ മുമ്പ് പോയിരുന്നാണ്. അല്ല, നീ മറ്റേ കാര്യം നുണ പറഞ്ഞാണല്ലേ? ഏത്? നീ അവള് സെറ്റാണെന്ന്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ലൈഫ് ഭയങ്കര അൺഫെയർ ആടാ, പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തില്. നീ വായോ. ഡി, ഞാനും വികാസും കൂടെ ഹൈദരാബാദിലെ ഫ്രണ്ട്സിനോട് ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റും തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുമ്പോ പറയാം. ഓക്കെ? I think Delhi will be blurred like on his side. He's also missing him.
दूसरे को मिस करते हैं लेकिन वीडियो पर डालना नहीं चाहता है. ഹലോ. സച്ചിനെ നീ ഫംഗ്ഷന് വരില്ലടാ? ഇല്ല, ഞാനുണ്ടാവുന്നൊന്നുമില്ല, ഞാനിവിടെ ചെന്നൈയിലാണ്. ഓ, അപ്പൊ അത്രയൊക്കെ ഉള്ളല്ലോ സച്ചിനെ. ആ, അത്രേ ഉള്ളൂ. Raju bhai, A minor. Kartika, this is for you. Surumagal endine, Mailanji endine, Ponnugudathine pottendine. ये आ गया इधर, बोल रहा था नहीं आएगा. ഞാനേ കോൾ ഭയ വോഡ്ക. ഞാൻ Cheers. എടാ നീ ചെന്നൈയിൽ നിന്നാണോ വരുന്നത്? അല്ല, ഞാൻ നാട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ വിസ വന്നായിരുന്നു, അപ്പൊ ഞാൻ പോവാണ് UK. എന്ന്? अब क्या हुआ നാളെ मतलब का? നാളെ പോവും. ഇവിടെ നിന്നായിരിക്കോ പോകുന്നത്? അതെന്താന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു, അപ്പൊ ഇവിടുന്ന് പോവാന്ന് വെച്ചു. നാളെ രാവിലെ 11:30 ഫ്ലൈറ്റ്. ഇവിടുന്ന് നേരെ ദുബായ്, അവിടുന്ന് നേരെ ലണ്ടൻ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് UK. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അല്ല, അതിന്റെ ആവശ്യം ഉണ്ടാവുന്ന കുഴപ്പമില്ല. ഞാൻ കുറച്ച് ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീ രണ്ടിനും റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്തിട്ട് എന്തിനാണ് അറിയുന്നത്? എനിക്ക് വയ്യ മെസ്സേജ് അയച്ച്. മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല, അതാ വിളിച്ചേ. ഓ, നിന്റെ മനസ്സമാധാനം അതെപ്പോഴും ഒക്കെ ആയിരിക്കണം അല്ലേ? അച്ഛൻ അമ്മ കുട്ടി അച്ഛൻ അമ്മ കുട്ടി അച്ഛൻ അമ്മ കുട്ടി മോന്റെ അച്ഛൻ അവിടെ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. അച്ഛനോട് ചോദിക്കണം അമ്മ എവിടെയെന്ന്. എന്നിട്ട് അവിടെ പോയിട്ട് അച്ഛൻ അമ്മ കുട്ടി കളിക്കാട്ടോ. പൊക്കോ പൊക്കോ പൊക്കോ. അല്ല പിന്നെ ആ കൊച്ചിനാരോ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഉണ്ടല്ലോ. അമൽ ഡായൂസേ, നീയാണോടാ? നീ അവന് ഡ്രിങ്ക്സ് കൊടുത്തല്ലേ? സച്ചിൻ, അമൽ, വി നീഡ് ടു ടോക്ക്. अब इसका क्या हुआ? എൻ്റെ പൊന്നാദി, ഞങ്ങൾ നല്ല ടയർഡാണ്. പോരാത്തതിന് 3 അടിച്ചിട്ടുമുണ്ട്. ആദ്യം ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. अभी मैटर सीरियस हो गया है. റീനു, 2 minutes. ഞങ്ങൾ പോരാ. Paal manakkudu. ഞാൻ നിങ്ങളെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾ എന്നെയും. സച്ചിൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? റീനു ആകെ വിഷമത്തിലാണ്. എന്തിന്? ആരെങ്കിലും ചത്ത? ബിക്കോസ് ഓഫ് യു. എനിക്ക് വ്യക്തമായില്ല. വ്യക്തമാക്കി തരാം. ആ. ഞങ്ങളുടെ നെറ്റ് ബാങ്ക് ടീം ഒരു ഫാമിലി പോലെയായിരുന്നു. Now it's like a dysfunctional family. എല്ലാം വളരെ ശാന്തമായിരുന്നു, ശ്രാവണിയുടെ വെഡിങ് വരെ. Then you two came. അന്ന് തുടങ്ങി ഇന്ന് ഈ ഫംഗ്ഷൻ വരെ നിങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 പരാതി ജീവികളെ പോലെ. എന്തൊക്കെയാ പറഞ്ഞവരെ ചാക്കിലാക്കി കാറിക്കേറ്റി കൊണ്ടുപോവുക, സെന്റി അടിച്ച് അവളുടെ കൂടെ ട്രെയിനിൽ നാട് വരെ കൂട്ടുപോവുക, അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരിക, ഞങ്ങളുടെ ട്രിപ്പിൽ വരിക, എന്തോ പച്ചമരുന്ന് കലക്കി കൊടുത്ത് അവളെ വശീകരിക്കാൻ നോക്കുക. നീ എന്ന് എന്താടാ ഒക്കെ കുറുക്കി കൊടുത്തേ? കൈവിഷാണോ? ഹാൻഡ് പോയ്സൺ?
कुछ भी आदि बोलता है कुछ സച്ചിൻ ഇനിയെങ്കിലും പറ വാട്ട്സ് യുവർ പ്രോബ്ലം മാൻ? പ്രേമം വാട്ട്? കേട്ടിട്ടില്ലേ? എനിക്ക് അവളോട് ഭയങ്കര പ്രേമമാണ്. ഞാനത് അവളോട് പറഞ്ഞു. അവള് പറ്റൂലെന്നും പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ സ്ഥലം വിട്ടു. ഇപ്പൊ നാളെ ദയൂക്ക്. അല്ല സാറ് ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോ അതിനിടയ്ക്ക് നീ അവളെ പ്രപ്പോസും ചെയ്തോ? പിന്നല്ലാണ്ട് നിന്റെ പോലെ ബെസ്റ്റ് കളിച്ച് പുറകെ നടക്കണം. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവളോട് പോയി പറഞ്ഞു. വാട്ട്? എനിക്ക് റീനോട് പ്രേമം? റിയലി? സച്ചിൻ നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. എനിക്കെന്താണ് നമുക്ക് പിന്നെ സംസാരിക്കാം. അമൽ ഡേവിസ്, സച്ചിനെ വിളിച്ചോണ്ട് പോകൂ. അത് ശരി. മര്യാദക്കവിടെ മനസമാധാനമായിട്ട് വെള്ളം അടിച്ചോണ്ടിരുന്ന ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയിട്ട് നീന് സംസാരിച്ചിട്ട് പോയാ മതി. अमन देवी അമലെ കൂൾഡാ. ഇടി നീ ഏതിലും ഒരു ടീമിനെ പിടിച്ചു മാറ്റിയില്ല ഇത് വഷളാവും. റിലാക്സ്. എനിക്ക് റീനോട് പ്രേമാണെന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ ചീപ്പ് ഷോ കാണിക്കുന്നത് അല്ലേ? അല്ല, റീനോട് എന്നോട് പ്രേമുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐ ആം റിയലി സോറി ഗൈസ്. എനിക്ക് ആ കുട്ടിയെ തിരിച്ച് സ്നേഹിച്ചേ പറ്റൂ. ബിക്കോസ് ഞങ്ങൾ തമ്മിൽ അത്ര നല്ല വൈബിലാണ്. ആ റീനു വന്നല്ലോ, നമുക്ക് നേരിട്ട് ചോദിക്കാം. എത്തിയ റീനു, തന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. നൗ ടെൽ മീ, ഡു യു ലവ് മീ? നോ. സച്ചിനെ മതി നിർത്ത്. इसको भी रीनू नो बोल दी. ക്വസ്റ്റ്യൻസ് എനിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി, എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഓ, ഞാനൊന്ന് വഴക്ക് പറഞ്ഞതിലുള്ള പരിഭവം. എന്നെ ഇഷ്ടമാണെന്ന് നിന്നെ തുറന്നങ്ങ് സമ്മതിച്ചേക്കും വേണം. ആദ്യം എന്താ തലയ്ക്ക് സുഖമില്ലേ? റീനു, JKD നിർത്ത ആൾക്കാർ ശ്രദ്ധിക്കുന്നു. പഞ്ചൊരു ജേക്കെ. എടോ, എനിക്ക് തന്നെ ഇഷ്ടമല്ല, അത്ര തന്നെ. എനി റീസൺ? ഒരു 100 റീസൺ തരാം. എടോ, ആ ട്രിപ്പിന് തനിക്ക് അറ്റൻഷൻ കിട്ടാത്തതിന്റെ ദേഷ്യല്ലേ താൻ അന്ന് ആ പ്രൊജക്ടിനോട് തീർത്തത്. എന്നിട്ട് പണി മൊത്തം എനിക്ക് കിട്ടി. മീറ്റിംഗിന്റെ സമയത്ത് മുങ്ങിയല്ലോ താൻ. റീനു, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എനിക്കൊന്ന് വിശാഖപട്ടണത്ത് വളമീഡിയലിന് പോയതായിരിക്കും. എക്സാക്ട്ലി. അപ്പൊ ഒന്ന് ലഞ്ച് ടൈമിൽ അയാൾ മാരി ആദ്യം പറഞ്ഞതോ? ആദ്യം ഇറ്റ് വാസ് എ ഗെയിം. അന്ന് അയാൾ കിൽ സുബിൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സുബിനെ പോയി കൊല്ലണോ? എന്റെ ദൈവമേ. സീ ഗൈസ്, റീനുവിനോടൊന്നുമില്ല. എടോ, അതിനല്ലേ ഞങ്ങള് തന്നോട് പറഞ്ഞത്. തന്റെ കണ്ണൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദിച്ചേട്ടന്റെ തൊണ്ട ഇടുന്നുണ്ട്. അമലെ, എന്തോ ഇവൻ എന്നോടുള്ള പ്രശ്നം എനിക്ക് മനസ്സിലാവും. നിനക്കെന്താണ് എന്നോടുള്ള പ്രശ്നം? സാറ് ചോദിച്ച സ്ഥിതിക്ക് പറയാം. അന്ന് ട്രിപ്പിന് പോയ സമയത്ത് ഞാൻ യുവൻ ശങ്കർ രാജയുടെ പാട്ട് പാടിയപ്പോ നീ എന്താണ് പറഞ്ഞത്? ഞാനെന്തോ തല്ലിപ്പൊളി പാട്ടെന്നല്ലേ? അന്ന് ഞാൻ ഉറപ്പിച്ചാണ് ഒരു കാരണവുമില്ലെങ്കിലും നിന്നെ പിടിച്ച് 2 ഇടി ഇടിക്കണമെന്നുള്ളത്. നീ അല്ലേ പറഞ്ഞ എന്റെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരണം, ഷെല്ലിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടരുതെന്ന്. ഇപ്പൊ എന്റെ സകല ഷെല്ലും പൊട്ടിരിക്കണം. വാടാ വാടാ. അങ്ങനെ തന്നെ. ഐ കെം പ്രിപ്പയർഡ്. കം ഫിസ്റ്റ് ഫൈറ്റ്. ശ്രീനി, സ്ത്രീകളും കുട്ടികളും മാറ്റി നിർത്തും. രക്തം കണ്ട ചില സ്ത്രീകൾക്ക് തലകറും. अमन का एक्टिंग കാർത്തിക, എന്താണ് ആദിയുടെ കോമഡി സ്കിറ്റ് ഉണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നന്നായിട്ട് മിമിക്രിങ് അടിക്കും. എടാ, മറ്റേ സാധനം ഇട്ടാ നിന്റെ ഇത് അല്ലെങ്കിൽ നീ മറ്റേ ഇത് ഇട്. നിന്നെ പോലെ കൊറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ. കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. എടാ CBSE നിനക്ക് സ്റ്റേറ്റ്സ് പിള്ളേരെ അറിയാൻ പാടില്ല. സച്ചിനെ മോനെ. പെണ്ണെ, നീ നിർത്തിക്കോ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിർത്ത്. ഞാൻ നിർത്തണോ? പിന്നെ ഞാൻ നിർത്തണോ? നീ അല്ലേ തുടങ്ങി വെച്ചത്. ഇപ്പൊ നീ തന്നെ നിർത്തണം. ഓക്കെ ഫൈൻ, ഐ ആം ലീവിംഗ്. ഒച്ചയുമ്പോൾ ഉണ്ടാക്കാണ്ട് പോടാ ഇറങ്ങി. സച്ചിനെ നിർത്ത്. അമ്മാടി അവ എടുക്കറാടാ യൂട്ടേൺ. I'll show you guys who I am. അശു, ആദിക്കുട്ടാ. അയ്യോ, മമ്മിനോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ. ചതിക്കല്ലേ. മതി നിർത്ത്. ഞാൻ പോയില്ലേ, ഇനി മതിയാക്കാം. ഓ, നിർത്തി. ദൂടി പകുതി ഇരിക്കുന്നതാടാ. പൊക്കോ. ഇതൊരു സുഖം. ഓ, നല്ല സുഖം.
ये लोग तो पतली होकर गिर गए हैं। Oh, I think इसको प्यार हो चुका है। It seems like that. इतना केयर क्यों ले रही है ये? സച്ചനെ എടാ എണീറ്റ്, നിങ്ങൾ വീട്ടിൽ പോകണല്ലേ? ഞങ്ങള് പൊക്കോളാം. എടാ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും, ഞങ്ങൾ താഴോട്ട് പോവാ. ഏറ്റവും വീട്ടിൽ പോക്കെ ചെല്ല്. സച്ചനെ എടാ അവന്മാരവിടെ കിടന്നോട്ടെ, ബോധം വരുമ്പോ എണീറ്റ് പൊക്കോളും. ആരെങ്കിലും ഒരു തലയണോ ഞങ്ങക്ക് തല ചായ്ക്കാനായിട്ട് കിട്ടാൻ വഴിയുണ്ടോ? എടാ താങ്ക് യു മിസ് റീനു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. Guys, ये था प्रेमालू का प्री क्लाइमेक्स सीन एंड दिस सीन really going to make you laugh a lot guys. एंड स्पेशली मुझे इस सीन में अमल एंड आदि का जो कैरेक्टर है ना वो बहुत ही ज़्यादा अच्छा लगा. जिस तरह से यहाँ अमल का एक्सप्रेशन देखने को मिलेगा एंड आदि जिस तरह से गुस्सा हो रहा था एंड ऑल्सो ही इज़ वेरी इमोशनल बिकॉज उसका भी दिल टूट गया, रेनू उसको भी नो बोल दी. सो मतलब ये सीन बहुत ही फनी टाइप का था एंड दिस सीन इज फिल्ड विद एंटरटेनमेंट गाइस. क्या गजब का सीन था. जिस तरह से अमल एंड सचिन मिलकर मजाक उड़ा रहे थे आदि का, वो देखने लायक था. एंड तो मुझे तो ये वीडियो बहुत ही अच्छा लगा. सो लेट्स सी अभी क्लाइमेक्स में क्या होता है. आप लोग इस वीडियो को देख चुके हैं, देन आप लोग कैसा लगा कमेंट बॉक्स में जरूर बताना. एंड चैनल पर नए हैं तो चैनल सब्सक्राइब कर लो एंड डोंट फॉरगेट टू लाइक एंड इस वीडियो तो फ्रेंड्स फिर मुलाकात होगी और किसी रिएक्शन वीडियो के साथ. तब तक बाय बाय.